Hello guys, welcome to a new video. Today we are in the Cobden Dam Park and we saw a lot of kangaroos and stuff, and for one car to go it's like $50. So this is so much stuff to see. So yeah, let's go explore. It's pretty cool. Okay. ഞങ്ങൾ കോപ്റ്റൻ ഡാം കാണാൻ ഇൻവെർലിൽ വന്നാണ്. അപ്പോൾ ഇവിടെ നിറച്ച് കങ്കാരുക്കൾ, അവിടെ ഇവിടെ എല്ലാം കങ്കാരുക്കൾ. ഞങ്ങൾ ഡാമിൻ്റെ അകത്തേക്കുള്ള പ്രവേശന കവാടത്തിലെത്തിയിരിക്കുന്നു. അപ്പോൾ നോക്കുമ്പോൾ കങ്കാരു കൂട്ടങ്ങൾ അവിടെ ഇവിടെയൊക്കെയുണ്ട്. കൈ കൂപ്പി തൊഴുത് നിൽക്കുന്ന പോലെ ഒരു കങ്കാരു നിൽക്കുന്നു. 2-3 കുഞ്ഞുങ്ങളുണ്ട്. അച്ഛനും അമ്മയും മക്കളും ആണോ എന്ന് അറിയത്തില്ല. എന്തായാലും നല്ലൊരു കാഴ്ച. വശ്യമനോഹരമായ പ്രകൃതി സൗന്ദര്യം. ഞങ്ങൾ താമസിക്കുന്നത് ഗ്ലെനിനസ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ നിന്ന് ഏകദേശം ഒരു 45 മിനിറ്റ് അകലുള്ളൊരു സ്ഥലമാണ് ഇൻവെറൽ. ഇൻവെറൽ ഇത്രയും മനോഹരമായ ഒരു ഡാമുണ്ടെന്നും അവിടെ ഇത്രയും ഭംഗിയുള്ള പ്രകൃതി സൗന്ദര്യം അവർ ഒരുക്കിയിട്ടുണ്ടെന്നും അന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഞങ്ങൾ ഇന്നാണ് അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയത്. വളരെ ഭംഗിയുള്ള സ്ഥലം. കങ്കാരുക്കൾ ഇങ്ങനെ വളരെ ഫ്രീ ആയിട്ട് അവർ വിലസുകയാണ്. അവർക്കിവിടെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. വളരെ ഭംഗിയുള്ള ഡാമും അതിനോടനുബന്ധിച്ചുള്ള സ്ഥലങ്ങളും അവരൊരുക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് വന്ന് താമസിക്കാം. ഒരു നൈറ്റ് താമസിച്ച് ഇതെല്ലാം കണ്ട് ഇതെല്ലാം കണ്ട് നമുക്ക് തിരിച്ച് മടങ്ങാം. അതിനുള്ള സൗകര്യമുണ്ട്. നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്, ജസ്റ്റ് അവിടേക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ അവർ ഒരു കിച്ചൺ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് നമുക്ക് ഇരുന്ന് കഴിക്കുവാനും ഈ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് ഫുഡ് പാകം ചെയ്ത് കഴിക്കുവാനൊക്കെയുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സ് ഇവിടെ നടത്തിയിട്ടുണ്ട് അവർ. ഇപ്പോൾ ഇവിടെ ആരുമില്ല. എങ്കിലും ഇതാണ് അതിൻ്റെ സെറ്റപ്പ്. അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും അവർ ഒരുക്കിയിട്ടുണ്ട്. വളരെ ഭംഗിയുള്ളൊരിടം. കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യമുണ്ട്. അതിപ്പോൾ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു.
ഇവിടെ ചെറിയ ചെറിയ റിസോർട്ടുകൾ അവർ പണിതിട്ടിട്ടുണ്ട്. നമുക്ക് വന്ന് താമസിക്കാനും ഒരു നൈറ്റ് നിൽക്കാനൊക്കെയുള്ള സൗകര്യമുണ്ട്. പിന്നെ കുഞ്ഞു കുഞ്ഞ് ഹൗസുകളാണ്. വളരെ മനോഹരമായ സ്ഥലവും ഇതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം കണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കാനും ഒക്കെയുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങിയപ്പോൾ ആടുകളെ കണ്ടു. ആടുകളും കങ്കാരുക്കളും ഒരുമിച്ച് മത്സരിച്ചാണ് പുല്ല് തിന്നുന്നത്. ആടുകൾ തീറ്റ കഴിഞ്ഞ് പോകാൻ തോന്നുന്നു. കങ്കാരുകൾ വീണ്ടും അവിടെ നിന്ന് പുല്ല് കഴിക്കുന്നുണ്ട്. ഞങ്ങൾ വീണ്ടും വളരെ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കങ്കാരുക്കൾ. ഇതിൻ്റെ ഉള്ളിൽ അവർ കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ചെറിയൊരു പാർക്ക്, വളരെ ഭംഗിയാണ്. പക്ഷേ ഇമ്മാനുവലിന് ഇറങ്ങാൻ പേടി. കാരണം കങ്കാരുക്കൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അതൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞവനെ മനസ്സിലാക്കിയിട്ട് അവന് വളരെ പേടിയാണ്. ഞാൻ വീഡിയോ പിടിക്കാൻ അടുത്തേക്ക് ചെന്നപ്പോഴേക്കും അത് ഓടിപ്പോവാണ്. അവിടെ നിന്ന് ദൂരെ നിന്നെല്ലാം അതിങ്ങനെ നമ്മളിങ്ങനെ തുറച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അതിനെന്തെങ്കിലും ചെയ്യാനായിട്ട് അടുത്തേക്ക് വരുന്നതാണോ എന്നാണ് അത് ചിന്തിക്കുന്നത് എന്ന് തോന്നുന്നു. അതുപോലെ നല്ല ഭംഗിയുള്ള പക്ഷികളൊക്കെ ഉണ്ട് ഇവിടെ. തത്ത ഒരു പക്ഷേ വീട്ടിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം പച്ചപ്പ് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ സെയിം കളറായതുകൊണ്ട്. ഇവിടെ എല്ലാം കങ്കാരുക്കളുണ്ട്. ഇത് വളരെ സുന്ദരമായിട്ടുള്ള വിലസുമാണ്. വളരെ ഇഷ്ടപ്പെട്ടു ഈ ഡാം. വളരെ പീസ്ഫുള്ളായിട്ട് കാണാൻ പോയിട്ടൊരു ഏരിയ. ഞങ്ങൾ ഒരുമാതിരി എല്ലാം ടച്ച് ചെയ്ത് കണ്ടു. എങ്കിലും വീണ്ടും വരണമെന്ന് ആഗ്രഹിക്കുന്നു.
വളരെ പ്രകൃതിരമണീയമായ സ്ഥലം. ഒത്തിരി റഷില്ല, അധികം ക്രൗഡഡ് അല്ല. വീണ്ടും വരണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകുന്നു. Don't forget to like, share and subscribe. See you next video. Till then, peace.